ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റവ കൊണ്ടുള്ളൊരു ദോശയും കൂടെ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ നമുക്ക് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഞാൻ, 250 ml കപ്പിൽ. അത് വറുത്തതായാലും കുഴപ്പമില്ല, വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയും 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ കൊണ്ട് എപ്പോഴും ദോശ ചെയ്യാറുണ്ടെങ്കിലും കുറച്ച് വ്യത്യാസമായിട്ട് തോന്നി എനിക്കിത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെന്നാലേ ഈ റവയും തേങ്ങ എല്ലാം നല്ലോണം മിക്സായിട്ട് ദോശ നന്നായി കിട്ടുള്ളൂ. നമുക്ക് വെറുതെ നമ്മളിങ്ങനെ കലക്കിയാൽ അത് അത്ര നന്നാവില്ല. പിന്നെ നമ്മൾ ആദ്യം തിക്കായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു അല്പം തിക്കി തന്നെയാണ് ഞാൻ ഈ മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരച്ചതിന് ശേഷം മാത്രം ചൂടാൻ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ കണക്കാക്കി ബേക്കിംഗ് സോഡ, അധികം കൂടുതലായിട്ട് ഇടരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നല്ല കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഈ മാവ് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചമ്മന്തിയിലേക്ക് ഞാൻ 1 സവാള എടുത്തൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ചമ്മന്തിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉണക്കമുളകിൽ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ നേരിട്ട് മിക്സിയിലേക്ക് ഇട്ടാലും മതി. ഞാനിപ്പോൾ അത് ചീനച്ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ച് നല്ല തിക്കായി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. കൂടുതൽ അരിഞ്ഞു പോകണ്ട കേട്ടോ. ചട്നിയുടെ ഒരു പാകത്തിന് നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ദോശയും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്കിലുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കഴിക്കുമ്പോൾ ഒത്തിരി സോഫ്റ്റുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒത്തിരി കട്ടി കുറഞ്ഞ ദോശയാണെങ്കിൽ മാവ് കുറച്ച് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഹോൾസ് വരും കണ്ടോ ദോശയിൽ. ആ ഹോൾസ് വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് അത്യാവശ്യം ഒന്ന് കഴിക്കണത്തിലൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടും. എന്നാൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റായ ചെന്നൈയിലുള്ള മിനി പറഞ്ഞതെന്നാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ചമ്മന്തി ആയാലും നല്ലതാണ്. പെട്ടെന്നൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് ഒഴിക്കുമ്പോൾ ഹോൾസ് വരുന്നുണ്ട് കണ്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തല്ലേ. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ കൂടുതലാവാതെ നോക്കണം കേട്ടോ. അപ്പോൾ കൂടുതലായി ചെറിയൊരു കുത്തായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. പിന്നെ ഈ ചമ്മന്തി ഇപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും അതുപോലെ നോർമൽ ദോശയുടെ കൂടെയൊക്കെ നന്നായിട്ട് സൂട്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇത് വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോ ആയിട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ. ഇതിനോടൊപ്പം ഞാൻ എൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേയുടെ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. മോളും ഹസ്ബൻഡ് വന്നിരുന്നാണെന്ന്. ശരിക്കും ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനങ്ങനെ സപ്പോർട്ട കുറേ മൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് മൂത്ത് നോക്കി പറിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീട്ടിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.